എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാരാഹി ദേവിയുടെ ഒരു ശക്തിയേറിയ മന്ത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വാരാഹി എന്ന പരാശക്തിയെ പൊതുവെ ഉഗ്രമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായാണ് കണക്കാക്കി പോരുന്നത്. ഉഗ്രമൂർത്തിയും നിഷ്കളങ്ക മനസ്സുമുള്ള ദേവിയാണ് വാരാഹി ദേവി. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം തരുന്ന ശക്തി സ്വരൂപിണിയാണ് വാരാഹി ദേവി. ദേവിയെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശ്നപരിഹാരം കിട്ടുന്ന ശക്തിയേറിയ ദേവിയും കൂടെയാണ് വാരാഹി ദേവി. വെള്ളിയാഴ്ചകളിൽ ദീപാരാധനയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത്. ഒരു വ്യക്തിക്ക് തൻ്റെ മേൽ പതിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഒറ്റ ദർശനത്തിൽ ഇല്ലാവുന്നതാണ്. വജ്രായുധം പോലെയാണ് ദേവിയുടെ അനുഗ്രഹം നമ്മുടെ മേൽ പതിക്കുന്നത്. അത്രയും ശക്തിയേറിയ ദേവിയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത്, ഉയർച്ച, ശത്രുദോഷ ശാന്തി, ആഗ്രഹപൂർത്തി എന്നിവ നിശ്ചയമായും ഉണ്ടാവുന്നതാണ്. രാത്രിയാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നത്. രാത്രി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുന്നത്. അടുപ്പിച്ച് 7 അല്ലെങ്കിൽ 9 ദിവസം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം അനുഭവിച്ചറിയുന്നതാണ്. എത്ര വലിയ ദോഷവും വളരെ അത്ഭുതകരമായി മാറുന്നതാണ്. വരാഹ രൂപം പൂണ്ട ആദി പരാശക്തിയാണ് വാരാഹി ദേവി. 9 പേരുകളിലാണ് വാരാഹി ദേവി അറിയപ്പെടുന്നത്. പഞ്ചമി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡരാധ, വാർത്താളി, താന്ത്രികലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സാമേശ്വരി, രാത്രിദേവി ഇങ്ങനെ 9 പേരുകളിലാണ് ഭഗവതി അറിയപ്പെടുന്നത്. വരാഹരൂപം പൂണ്ട ഭദ്രകാളിയാണ് വാർത്താളി. ഐശ്വര്യം, സമ്പത്ത്, വിജയം എന്നിവയുടെ മൂർത്ത രൂപമാണ് വാരാഹി ദേവി. വരാഹി ദേവിയുടെ അത്ഭുത മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഹ്രീം ഹ്രീം ലക്ഷ്മി ആഗച്ഛ ആഗച്ഛ ഹ്രീം ഹ്രീം ഫട്ട്. ഈ മന്ത്രം ദിവസവും നിലവിളക്കിന് മുന്നിലിരുന്ന് 108 തവണ ജപിക്കാവുന്നതാണ്. തുടക്കത്തിൽ 9 തവണ വെച്ച് ജപിച്ചു തുടങ്ങിയാലും മതി. ഏത് ആപത്ത് ഘട്ടത്തിലും ഈ മന്ത്രം 3 തവണ ചൊല്ലിയാൽ അത്ഭുതം നടക്കുന്നതാണ്. എല്ലാവർക്കും വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.